കഥകളി സ്കൂളിൻ്റെ 15ാമത് വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കപ്പെടുന്നത്. 1.5 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ ആരംഭിച്ച കഥകളി സ്കൂളിൽ നിന്ന് വളർന്ന് പന്തലിച്ച് ഒരുപക്ഷെ കലാമണ്ഡലത്തിനേക്കാളധികം കുട്ടികൾ, കൊച്ചുകുട്ടികൾ, ചെറിയ കുട്ടികൾ മുതൽ കലാമണ്ഡലത്തിലൊക്കെ സീറ്റുകൾക്ക് പരിമിതികളുണ്ട്. ഇത്ര വയസ്സിന് മുതൽ 5ാം ക്ലാസ് മുതൽ +2 വരെ എന്നുള്ള ഒരു പരിമിതികളുണ്ട്. ഇവിടെ 4 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ 80 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെയുള്ള അമ്മമാരുൾപ്പെടെ ഒക്കെ ഇവിടെ അഭ്യസിക്കുന്നുണ്ട്. അതൊരു വളരെ വ്യത്യസ്തതയുള്ള പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ നൃത്തത്തിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒട്ടനവധി പേർ അത് പഠിക്കുകയും നല്ല കച്ചവട സാധ്യതയായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ തികച്ചും സൗജന്യമായി തന്നെ ആരംഭിച്ച ഈ സ്ഥാപനം, നമുക്കറിയാം, തൃശ്ശൂർ ജില്ല മാത്രമല്ല പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ കുട്ടികൾ ഇവിടെ നിരന്തരം നിരവധി പഠിക്കാനെത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും അഭിമാനമായ ഈ കഥകളി സ്കൂൾ അതിൻ്റെ 15ാം വാർഷികം, അതോടൊപ്പം തന്നെ ദേശീയ കഥകളി മഹോത്സവം, ഓരോ വാർഷികത്തിൻ്റെയും ഭാഗമായി നമ്മൾ നടത്തി വരാറുള്ള ദേശീയ കഥകളി മഹോത്സവം, വൈവിധ്യമാർന്ന പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി അധ്യക്ഷൻ പ്രതിപാദിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറയേണ്ട ഒരു കാര്യം, നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഈ കഥകളി സ്കൂളിൻ്റെ ഡയറക്ടർ, നമുക്കറിയാം, ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പേരക്കുട്ടിയായിട്ടുള്ള അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്ന് പിന്നീട് ഇന്നിപ്പോൾ ഈ ഭാഗത്തെല്ലാം ഒരുപാട് കുട്ടികൾക്ക് ഈ പഠന സൗകര്യം ഒരുക്കിയ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും ഈ ചടങ്ങിൽ അഭിനന്ദിക്കണം എന്ന് തോന്നുന്നുകൊണ്ട് അതിന് ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇവിടെ നമ്മുടെ പരിപാടി ഔപചാരികമായിട്ടല്ലെങ്കിൽ പോലും നിങ്ങളെല്ലാം വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു ഫോട്ടോ എക്സിബിഷൻ, കഥകളി സ്കൂളിൻ്റെ നാൾവഴികളിലുണ്ടായ വളർച്ചയും വികാസവും അതിൻ്റെ എല്ലാം ഒരു പരിണത ഫലങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു ഫോട്ടോ എക്സിബിഷനാണ് ഇവിടെ നടന്നത്. അത് ഉദ്ഘാടനം ചെയ്ത ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന കഥകളിയെ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളിയായ വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ബാർബറ വിജയകുമാർ, അവരാണിത് ഉദ്ഘാടനം ചെയ്ത് അവരെ കുറച്ച് കഴിഞ്ഞ് എത്തും. എന്തായാലും അവരെ ആദ്യമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ കേളി അവതരിപ്പിച്ച കലാകാരന്മാരെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഔപചാരികമായിട്ടെങ്കിൽ പോലും ആദ്യം അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ രാമമോഹനാശാനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആശാനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ അടുത്ത ജനുവരിയിലൊക്കെ നമുക്ക് ഇതിനേക്കാൾ വലിയൊരു ഒരു ചടങ്ങൊക്കെ വേണ്ടി വരുന്നതുകൊണ്ട് അത്രത്തോളം ആദരണീയനായ, അംഗീകാരങ്ങൾക്ക് പിന്നാലെ പോകാത്ത ഒരു വ്യക്തിത്വമാണ്. പക്ഷെ ഒട്ടനവധി ചാരുതയാർന്ന അദ്ദേഹത്തിൻ്റെ വിരൽ സ്പർശങ്ങൾ നിരവധി നൂറുകണക്കിന് ശിഷ്യന്മാർക്ക് എന്നും പ്രചോദനമായിട്ടുള്ള രാമമോഹനാശാനെയൊക്കെ എന്നും മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിനെ ഈ കഥകളി സ്കൂളിൻ്റെ പേരിലും സ്വന്തം പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. രാമേന്ദ്രൻ ഉണ്ണിത്താനെക്കുറിച്ച് അധികമാർക്കും കഥകളിയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ നീളം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എത്രമാത്രം കഥകളിയിൽ സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ ആവാത്ത അത്രമാത്രം കഥകളിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം പ്രിയങ്കരമായ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ള രാമേന്ദ്രൻ ഉണ്ണിത്താനെക്കുറിച്ച് വലിയ വിശേഷങ്ങൾ നടത്താൻ ഞാൻ പ്രാപ്തനല്ല. അതിനേക്കാളൊക്കെ ഉപരിയാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥകളി രംഗത്തെ സ്ഥാനം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ പീശപ്പള്ളി രാജു, അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്തൊരു കാര്യം, അടുത്ത കാലത്തല്ല 2-3 വർഷമായതുകൊണ്ട് ഈ കഥകളി രംഗത്ത് ചിന്നി കിടന്നിരുന്ന ആളുകളൊക്കെ ഒരു ഏകോപിപ്പിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഉണ്ട് അതിന് മുൻകൈ എടുത്ത പീശപ്പള്ളി രാജു, അദ്ദേഹം ചെയ്ത ആ ഒരു സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘടന കേരളത്തിനകത്തും പുറത്തും വളരെ ശ്രമകരമായ ദൗത്യത്തിലാണ്. അദ്ദേഹത്തെ വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് നിർമ്മലേച്ചി,
നമുക്കെല്ലാം അറിയാം. നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള നിർമ്മലേച്ചിയെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ നിർമ്മലേച്ചിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പി ജി രതീഷ് ഈ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ ഒട്ടനവധി മേഖലയിലും കടന്നു കയറിയിട്ടുള്ള ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ചുക്കാൻ പിടിക്കുന്ന ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ പി ജി രതീഷിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കെ പി സംഗീത ടീച്ചർ വരാമെന്ന് ഏറ്റിരുന്നുവെങ്കിലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഉദയേട്ടനെ കുറിച്ചും ഒരു വിശേഷണങ്ങൾക്കും ആവശ്യമില്ല. അദ്ദേഹം അത്രമാത്രം ഇവിടെയുള്ള കുട്ടികളുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞ നമ്മുടെ എല്ലാം കഥകളി രംഗത്തെ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഉദയേട്ടനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡൻ്റ് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്തിയിട്ടില്ല. അതിന് പകരം ഹരിത അവിടെയുണ്ട്, സ്റ്റേജിലേക്ക് വരണം. അവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ വിദ്യാർത്ഥി പ്രതിനിധി രേണുക വേദിയുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു. കഥകളി സ്കൂളിൻ്റെ താങ്ങും തണലുമായി ഈ വക എല്ലാ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഗോപാലിയുടെ വലങ്കയ്യായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആർട്ടിസ്റ്റിക് മൈൻഡിനുടമയായ KS സുമേഷിനെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പത്രപ്രവർത്തന രംഗത്ത് അധികായനായ മണി, പ്രവീഷ്, ഫോട്ടോഗ്രാഫിയിൽ ഇന്ദ്രജാലം തീർക്കുന്ന പ്രവീഷ്, അങ്ങനെ അവരൊക്കെ എല്ലാവർക്കും ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ സഹൃദയർക്കും കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി കഥകളി സ്കൂൾ ഡയറക്ടർ ഗോപാലകൃഷ്ണൻ ആശാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന ഗുരുജനങ്ങളെ, സഹോദരന്മാരെ, കഥകളി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഹ്ലാദം നിറഞ്ഞ ഒരു ദിനമാണ്. കഥകളി സ്കൂളിൻ്റെ 15ാം വാർഷികത്തിന് തുടക്കം കുറിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച 2 കലാകാരന്മാരാണ് ഇന്ന് ഈ മഹോത്സവത്തിന് തിരി തെളിയിക്കുന്നത്. പ്രശസ്തനായ ചുട്ടി കലാകാരനും നമ്മോടൊപ്പം എന്നും ഒപ്പമുള്ള നമ്മുടെ ഗുരുനാഥനായ രാമാനുജാശാനാണ് ഇന്ന് ഈ മഹോത്സവത്തിന് തിരികൊളുത്തുന്നത്. മുഖ്യാതിഥിയായി നമ്മുടെ ഒപ്പം എന്നും കഥകളി സ്കൂളിൻ്റെ സഹചാരിയായി നിൽക്കുന്ന രാമചന്ദ്രൻ ഉണ്ണിത്താനാശാനാണ്. ഈ വർഷം കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ പീശപ്പള്ളി രാജീവും ഈ മഹോത്സവത്തിന് മാറ്റുകൂട്ടുകയാണ്. പീശപ്പള്ളി രാജീവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ളത്, മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കഥാപാത്രം നാടകരൂപത്തിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ അംഗീകാരം നേടിയ ഒരു കലാകാരനാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. വിശദമായി ഒരു സംസാരത്തിന് മുതിരുന്നില്ലെങ്കിലും കഴിഞ്ഞ 15 വർഷക്കാലം കഥകളി സ്കൂളിൻ്റെ വിജയത്തിന് കാരണം മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തന്നെയാണ്. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ
പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത. കേരളത്തിൽ G20 എന്ന പരിപാടി ലോകം മുഴുവനുള്ള കലാകാരന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നമുക്ക് സാധിച്ചു. ഇനിയും അതുപോലെ തന്നെ 2 വിദേശയാത്രകൾ നടത്താൻ കഥകളി സ്കൂളിന് സാധിച്ചു എന്നതിലും കഴിഞ്ഞ വർഷത്തെ പ്രത്യേകതയാണ്. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹോത്സവം ഉദ്ഘാടനം ചെയ്യാനായി പ്രശസ്ത ചുട്ടികലാകാരനായ കലാമണ്ഡലൻ രാമനാശനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലൈറ്റൊന്ന് ഫാനൊന്ന് ഓഫാക്കും. ഫാനൊന്ന് ഓഫായി. വേദിയിലെ ബഹുമാനപ്പെട്ട കലാകാരന്മാരെ, കലാസ്നേഹികളെ, അതിനെല്ലാം പുറമെ സദസ്സിലുള്ള എല്ലാ രക്ഷിതാക്കളും നാട്ടുകാരുമായ എല്ലാവർക്കും